കേരളത്തിലെ പ്രശസ്ത ഓങ്കോളജിസ്റ്റ് ഡോക്ടർ വി.പി. ഗംഗാധരൻ. അദ്ദേഹത്തെ അറിയാത്തതായി കേരളത്തിൽ ആരും ഉണ്ടാവുകയില്ല. അദ്ദേഹത്തിന് ഒരു വധഭീഷണി വന്നിരിക്കുകയാണ് അങ്ങ് മുംബൈയിൽ നിന്ന്. ജസ്റ്റിസ് ഫോർ സിറ്റിസൺ എന്ന് പറയുന്ന ഒരു സംഘടനയിൽ നിന്നാണ് വധഭീഷണി. ഇത് ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം മെയ് 17-ാം തീയതി തപാൽ മാർഗമാണ്, അതായത് കത്തായിട്ടാണ് വന്നിട്ടുള്ളത്. ആ കത്ത് അയച്ച ആളുകൾക്ക് വി.പി. ഗംഗാധരൻ ആരാണെന്ന് അറിയുമായിരിക്കില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രശസ്തി എത്രമാത്രമാണ്, അല്ലെങ്കിൽ അദ്ദേഹം കേരളത്തിലെ അറിയപ്പെടുന്ന ഡോക്ടറാണ് എന്നറിയാമായിരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കേരളത്തിൽ എന്തുമാത്രം ആളുകളുമായി പരിചയമുണ്ടെന്നോ അദ്ദേഹത്തിന് എത്രമാത്രം കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടമുണ്ടെന്നോ അറിയണം എന്നില്ല. ഏതായാലും വി.പി. ഗംഗാധരൻ ഡോക്ടർക്ക് വധഭീഷണി വന്നു. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വി.പി. ഗംഗാധരൻ ഡോക്ടറുടെ ചികിത്സയിലിരുന്ന ഒരു പെൺകുട്ടി ചികിത്സാ പിഴവ് കൊണ്ട് മരിച്ചുപോയി. ആ മരണവാർത്ത കാരണം, അല്ലെങ്കിൽ ആ മരണത്തെ തുടർന്ന് ആ പെൺകുട്ടിയുടെ അമ്മ ആത്മഹത്യ ചെയ്തു. ഇത് ആ പെൺകുട്ടിയുടെ അച്ഛൻ ഈ പരാതിയുമായി സിറ്റിസൺ ഫോർ ജസ്റ്റിസ് എന്ന സംഘടനയെ സമീപിച്ചു. അതുകൊണ്ടാണ് ഈ കത്തയക്കുന്നത്. അത് ക്രിപ്റ്റോ കറൻസിയായി 8,25,000 രൂപ, അതായത് 8.25 ലക്ഷം രൂപ ക്രിപ്റ്റോ കറൻസിയായി ഞങ്ങൾക്ക് ഉടനെ തന്നെ അയച്ചു തരണം. അതിനുള്ള ലിങ്കും മറ്റ് QR കോഡൊക്കെ ആ കത്തിനകത്ത് ആലേഖനം ചെയ്തിട്ടുണ്ട്. വളരെ കൃത്യമായി വെടിപ്പും വെട്ടത്തിലുമൊക്കെ തന്നെയാണ് ആ കത്ത് അയച്ചിട്ടുള്ളത്. ഈ കത്ത് പൊട്ടിച്ചു വായിക്കുമ്പോൾ ഗംഗാധരൻ ഡോക്ടർ ആദ്യമൊന്ന് ഞെട്ടിയിട്ടുണ്ടാകണം. ഇതെന്താണ് പാട്, ഇതുവരെ ഇങ്ങനൊരു അനുഭവം തനിക്ക് ഇല്ല. RCCയിൽ അദ്ദേഹം ജോലി ചെയ്യുമ്പോൾ എനിക്ക് അറിയാം, RCCയുടെ ആ നിരോധിത അല്ലെങ്കിൽ പരീക്ഷണ ഘട്ടത്തിലിരുന്ന രാസവസ്തു പരീക്ഷണ സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ അഭിമുഖമൊക്കെ തയ്യാറാക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് ഓർക്കണമെന്നില്ല. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അദ്ദേഹവുമായി ആ വിഷയത്തിൽ സംസാരിക്കാനൊക്കെ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ അദ്ദേഹവുമായി പിന്നെ സംസാരിക്കാനൊന്നും കഴിഞ്ഞു. അദ്ദേഹം പിന്നെ RCCയിൽ നിന്ന് രാജിവെച്ച് പോവുകയൊക്കെ ചെയ്തു. ഏതായാലും ഗംഗാധരൻ ഡോക്ടർ ഈ കത്തൊക്കെ വായിച്ചിട്ട് ഒന്ന് ചിരിച്ചു കാണണം. ചിരിച്ചിട്ട് അദ്ദേഹം മരട് പോലീസിന് ഈ കത്ത് കൈമാറി. ഇപ്പോഴാണ് ആ വാർത്തകളൊക്കെ പുറത്തു വരുന്നത്. എനിക്ക് തോന്നുന്നു ഈ അടുത്ത 2 ദിവസമായിട്ടാണ് ഈ വാർത്തകൾ. ആദ്യം ഡോക്ടറുടെ പേരൊന്നും ഇല്ലാതെയാണ് പുറത്തു വന്നത്. പ്രശസ്ത ഓങ്കോളജിസ്റ്റ് എന്നായിരുന്നു ആദ്യം വന്നത്. അപ്പോൾ തന്നെ എനിക്കൊക്കെ സംശയമായിരുന്നു, പ്രശസ്ത ഓങ്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ അത് വി.പി. ഗംഗാധരൻ ഡോക്ടർ അല്ലാതെ മറ്റാരും ആയിരിക്കാനിടയില്ല. ഗംഗാധരൻ ഡോക്ടറാണെങ്കിൽ അത് ഗംഗാധരൻ ഡോക്ടറുടെ പേര് വയ്ക്കുന്നതിൽ അദ്ദേഹത്തിന് എതിർപ്പുമുണ്ടാകുകയില്ല. എന്നാൽ ഇന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ പേര് മനോരമ പത്രത്തിൽ ഉൾപ്പെടെ അച്ചടിച്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹമാണെന്ന് ഉറപ്പിച്ചിട്ട് വാർത്ത കൊടുക്കാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വാർത്ത എടുത്ത് നിങ്ങളോട് പറയുന്നത്. ഈ കത്ത് അയച്ച ആളുകൾ നിസാരനായി കരുതി കാണും വി.പി. ഗംഗാധരൻ ഡോക്ടറെ. ഗംഗാധരൻ ഡോക്ടർ പറയുന്നത് ഇങ്ങനൊരു അനുഭവം തൻ്റെ ജീവിതത്തിലില്ല. ഒന്ന്, ഇങ്ങനൊരു ഭീഷണി കത്ത് വന്ന അനുഭവമില്ല, അല്ലെങ്കിൽ ഇതുപോലെ സമാനമായ കത്ത് മറ്റ് ഡോക്ടർമാർക്ക് വന്നതായി എനിക്ക് അറിവില്ല. പിന്നെ ഇങ്ങനൊരു പെൺകുട്ടിയെ ചികിത്സിച്ചതായിട്ടോ അത് ഓർമ്മയിലേ ഇല്ല. ഇങ്ങനൊരു ചികിത്സാ പിഴവ് കാരണം ഒരു പെൺകുട്ടി മരിച്ചു, അവരുടെ അമ്മ ആത്മഹത്യ ചെയ്തു. കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ, എന്തെങ്കിലും ഇൻസിഡൻറ്റ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ചികിത്സിച്ച ആളുകളെ കുറിച്ചോ, അല്ലെങ്കിൽ അദ്ദേഹം ചികിത്സിച്ച എന്തെങ്കിലും വ്യത്യസ്തരായ രോഗികളെക്കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളായി, അല്ലെങ്കിൽ അദ്ദേഹം ആരോടെങ്കിലുമൊക്കെ പറയുന്ന രീതിയിലൊക്കെ അദ്ദേഹം തന്നെ പുറത്ത് പറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളായും അദ്ദേഹത്തിൻ്റെ കുറിപ്പുകളായും ഓർമ്മക്കുറിപ്പുകളായും ഒക്കെ നമ്മൾ പലയിടത്തും വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹൃദയസ്പർശിയായ അനുഭവങ്ങൾ, നോവുകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ് നമുക്ക് അറിയാവുന്നതാണ് അനുഭവങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ സ്വാഭാവികമായും പിഴവാണെങ്കിലും അല്ലെങ്കിൽ വിജയമാണെങ്കിലും അദ്ദേഹം അത് തുറന്ന് പറയുക തന്നെ ചെയ്യുമെന്ന് നമുക്കറിയാം. അദ്ദേഹം അത്രമാത്രം ഹൃദയ നൈർമല്യമുള്ള, ശരിയായി സുതാര്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. ഇത് ശരിക്കു പറഞ്ഞാൽ ഇത് അയച്ച ആളുകൾ, കത്ത് അയച്ച ആളുകൾക്ക് ഇത് കൃത്യമായി അറിയില്ല. ഇത് അവർ കരുതി കാണും ഇത് ഏതോ ഒരു ഡോക്ടർ, കേരളത്തിൽ ഇത്രയും പ്രശസ്തനായ ഡോക്ടർ, സമ്പന്നനായ ഡോക്ടർ, അപ്പോൾ ഇങ്ങനൊരു കത്തയച്ചു കഴിഞ്ഞാൽ ഉടനെ ഭയന്നിട്ട് എന്ത് ചെയ്യും? 8,25,000 രൂപയല്ലേ ഉള്ളൂ, ഉടനെ ഇത് ക്രിപ്റ്റോ കറൻസിയായി അല്ലെങ്കിൽ ഉടനെ അയച്ചു തരും എന്ന് കരുതി. നമുക്കറിയാം ഈ ആളുകളെ പേടിപ്പിച്ച് വെർച്വൽ അറസ്റ്റ് അങ്ങനെയൊക്കെ ചെയ്യുന്ന, ഓൺലൈനിൽ പേടിപ്പിക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ. എത്രമാത്രം ആളുകളെ ഉപദേശിച്ചാലും എത്രമാത്രം പറഞ്ഞാലും കേൾക്കുകയില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഒരു വീട്ടമ്മയെ 24 മണിക്കൂറാണ് ബന്ദിയാക്കിയിരുത്തിയിരുന്നത്. അതുപോലെയുള്ള സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. എത്രമാത്രം ബോധവൽക്കരണം നടത്തിയാലും അത്തരം കാര്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന കാലഘട്ടമാണിത്.
പ്രത്യേകിച്ച് എന്താണ് ഈ AI സാങ്കേതിക വിദ്യ അനുദിനം പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ തരത്തിലുള്ള തട്ടിപ്പുകളുടെ രീതിയും മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനുള്ള പ്രതിവിധികൾ കണ്ടെത്താൻ പോലീസിനോ സൈബർ സെല്ലിനോ ഒക്കെ വീണ്ടും എന്താണ് ഓരോ ദിവസവും നവീനമായ കണ്ടെത്തലുകൾ പോലീസിനും നടത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഓരോ തരത്തിലുള്ള തട്ടിപ്പുകൾ അവർ ആസൂത്രണം ചെയ്യുന്നത്, തട്ടിപ്പുകാർ. കാരണം മൊബൈലിലൂടെ വിളിച്ചു കഴിഞ്ഞാൽ മറ്റേതെങ്കിലും തരത്തിൽ ഡിഫെൻഡ് ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനെ കത്തിൻ്റെ രൂപത്തിൽ ഇങ്ങനെ ഒരു തട്ടിപ്പ് ആസൂത്രണം ചെയ്തതെന്ന് വേണം കരുതാൻ. ഈ ഡോക്ടർ VP ഗംഗാധരൻ ഡോക്ടറല്ല, വേറെ ഏതെങ്കിലും ഡോക്ടർമാരായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ള ഡോക്ടേഴ്സോ അല്ലെങ്കിൽ അപ്രധാനപ്പെട്ട തസ്തികയിലിരിക്കുന്ന വ്യക്തികളോ അങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ ഒരു പക്ഷേയെങ്കിൽ ഇങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ടല്ലോ, ചിലപ്പോൾ ആ കുട്ടിയുടെ പാരൻ്റ് ആയിരിക്കാം, ഇങ്ങനെ ചിലപ്പോൾ എൻ്റെ പേരിനെ അത് ബാധിച്ചേക്കാം, ഇവരെന്തെങ്കിലും ചെയ്താലോ ഉടനെ പൈസ കൊടുത്തേക്കാം എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ പൈസ കൊടുക്കും. പക്ഷേ VP ഗംഗാധരൻ ഡോക്ടറിന് അങ്ങനെ ഒരു ട്രാക്ക് ഇല്ല, അങ്ങനൊരു മോശം ഇമേജ് ഇല്ല. അദ്ദേഹം ഇത് കൃത്യമായി പോലീസിനെ അറിയിച്ചു. പോലീസ് ഇപ്പോൾ തപാൽ വകുപ്പ് ഈ കത്ത് എവിടെ നിന്നാണ് അയച്ചത് എന്നതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. പോലീസിൻ്റെ സഹകരണത്തോടെ സൈബർ സെല്ലും പോലീസും തപാൽ വകുപ്പിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അങ്ങനെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം തട്ടിപ്പുകാർ പല തരത്തിലാണ് തട്ടിപ്പുകൾ നടത്തുന്നത്. ആ തട്ടിപ്പുകാർ ചെന്ന് ചാടിക്കൊടുത്തത് ആ മട ശരിയായില്ല, പുലിമടയിലാണ് ചെന്ന് ചാടിയത്. VP ഗംഗാധരൻ ഡോക്ടർ എന്ന് പറയുന്ന കേരളത്തിലെ എല്ലാ ജനങ്ങളും, എല്ലാ മലയാളികളും ഒരുപോലെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ഡോക്ടറുടെ മടയിലായി പോയി ചെന്ന് ചാടിയത്. എല്ലാ മലയാളികളും അദ്ദേഹത്തെ ഒരുപോലെ സ്നേഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വധഭീഷണി വന്നുവെന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം അദ്ദേഹത്തിന് പിന്തുണയുമായി രംഗത്തെത്തുമെന്ന് ഈ തട്ടിപ്പുകാർ അറിഞ്ഞിരിക്കുകയില്ല എന്നതാണ് വാസ്തവം.